ഡബ്ല്യുഡബ്ല്യുഇയിലെ ഏറ്റവും വലിയ മെയിൻ ഇവന്റ് എന്നറിയപ്പെടുന്നത് റെസ്ൽമേനിയാണ്. എന്നാൽ റെസ്ൽമേനിയയ്ക്ക് ശേഷം ഏറ്റവും വലിയ മെയിൻ ഇവന്റ് എന്നറിയപ്പെടുന്നത് മറ്റൊന്നുമല്ല സമ്മർ സ്ലാം ആണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സമ്മർ സ്ലാമിനെ കുറിച്ച് അൺഡിഫീറ്റഡ് റെക്കോർഡ്സ് ആണ്. സോ ഞാൻ മൊത്തം 10 റെക്കോർഡ്സ് ആണ് പറയുന്നത്. സോ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് ദി അണ്ടർടേക്കർ റെക്കോർഡാണ്. അണ്ടർടേക്കർ റെസ്ൽമേനിയ മാത്രമല്ല പുലി, സമ്മർ സ്ലാമിലും അദ്ദേഹം ഒരു പുലി തന്നെയായിരുന്നു. കാരണം അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ മാച്ചുകൾ സമ്മർ സ്ലാമിൽ കളിച്ചിട്ടുള്ളത്. അദ്ദേഹം 16 മാച്ചുകളാണ് സമ്മർ സ്ലാമിൽ കളിച്ചിട്ടുള്ളത്. സോ ഇന്നേവരെ ആർക്കും ഈ ഒരു റെക്കോർഡ് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. രണ്ടാമത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് സമ്മർ സ്ലാം മാച്ചാണ്. സോ ഡബ്ല്യുഡബ്ല്യുഇ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സമ്മർ സ്ലാം മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത് 2023 സമ്മർ സ്ലാം ആയിരുന്നു. അന്നത്തെ സമ്മർ സ്ലാം മെയിൻ ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നത് ജെയ് യൂസോ വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. ഈ ഒരു മാച്ച് ഏകദേശം 36 മിനിറ്റ് ആയിരുന്നു ഈ ഒരു മാച്ചിന്റെ ദൈർഘ്യം ഉണ്ടായിരുന്നത്. സോ സമ്മർ സ്ലാമിലെ ഏറ്റവും ദൈർഘ്യമേറിയ മാച്ചായി കണക്കാക്കപ്പെടുന്നത് ഈ ഒരു മാച്ച് ആയിരുന്നു. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ സ്ലാമിൽ ഏറ്റവും കൂടുതൽ മെയിൻ ഇവന്റ് ചെയ്തിട്ടുള്ള വ്യക്തി അത് മറ്റാരുമല്ല ദി ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ ആണ്. ബ്രോക്ക് ലെസ്നർ മൊത്തം 8 സമ്മർ സ്ലാം മെയിൻ ഇവന്റ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത റെക്കോർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സമ്മർ സ്ലാമിൽ അപ്പിയറൻസ് നടത്തിയിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല ദി വൈപ്പർ റാൻഡി ഓട്ടൻ ആണ്. റാൻഡി ഓട്ടൻ മൊത്തം 14 തവണയാണ് സമ്മർ സ്ലാമിൽ അപ്പിയറൻസ് നടത്തിയിട്ടുള്ളത്. സോ സമ്മർ സ്ലാമിൽ ഏറ്റവും കൂടുതൽ അപ്പിയറൻസ് നടത്തിയ റെസ്ലർ എന്ന പേരും റാൻഡി ഓട്ടൻ ആണ്. ആ റെക്കോർഡ് റാൻഡി ഓട്ടന്റെ പേരിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. അടുത്ത റെക്കോർഡ് എന്ന് സമ്മർ സ്ലാമിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ മെയിൻ ഇവന്റ് ചെയ്തിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല ഈ ട്രൈബൽ ചീഫ് റോമൻ റെയിൻസ് ആണ്. റോമൻ റെയിൻസ് 2020 മുതൽ 2025 വരെ തുടർച്ചയായി സമ്മർ സ്ലാമിൽ മെയിൻ ഇവന്റ് കളിച്ച റെക്കോർഡും റോമന്റെ പേരിലാണുള്ളത്. അടുത്ത റെക്കോർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തവണ സമ്മർ സ്ലാമിൽ വിജയിച്ച റെസ്ലർ ആരാണെന്ന് അത് മറ്റാരുമല്ല ദി റൈറ്റഡ് ആർ സൂപ്പർ സ്റ്റാർ എഡ്ജ് ആണ്. എഡ്ജ് 12 തവണയാണ് സമ്മർ സ്ലാമിൽ ജയിച്ചിട്ടുള്ളത്. പിന്നെ അവരാർക്കും ഈ ഒരു റെക്കോർഡ് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സോ ഇന്നും എഡ്ജിന്റെ പേരിൽ തന്നെ ഈ ഒരു റെക്കോർഡ് നിലനിൽക്കുന്നു. സോ അടുത്ത റെക്കോർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് എവർ വുമൻസ് സമ്മർ സ്ലാം മെയിൻ ഇവന്റ് ആണ്. ഈ ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത് ബെക്കി ലിഞ്ച് വേഴ്സസ് നതാലിയ തമ്മിലുള്ള ആ ഒരു മാച്ച് ആയിരുന്നു. ഈ ഒരു മാച്ചാണ് ഇന്നും സമ്മർ സ്ലാമിൽ ഫസ്റ്റ് എവർ വുമൻസ് മെയിൻ ഇവന്റ് എന്നറിയപ്പെടുന്നത്. സമ്മർ സ്ലാമിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്ന മാച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല റോമൻ ആൻഡ് ബ്രോക്ക് തമ്മിലുള്ള മാച്ച് ആയിരുന്നു. ഇവർക്ക് തമ്മിൽ 3 തവണയാണ് സമ്മർ സ്ലാമിൽ മാച്ച് വന്നിട്ടുണ്ടായിരുന്നത്. 2017 ഫാറ്റൽ 4 മാച്ചും 2018 സിംഗിൾസ് മാച്ചും 2022 ലാസ്റ്റ് മെൻ സ്റ്റാൻഡിംഗ് മാച്ചും. ഇതിൽ ബ്രോക്ക് 1 റോമൻ 2 ജയിക്കുമായിരുന്നു. സമ്മർ സ്ലാം ഹിസ്റ്ററിയിൽ തന്നെ ഹയസ്റ്റ് അറ്റൻഡൻസ് ഉള്ള സമ്മർ സ്ലാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല ഡീട്രോയിറ്റ് സിറ്റി നടന്ന സമ്മർ സ്ലാം 2023 ആയിരുന്നു. ഈ ഒരു സമ്മർ സ്ലാമിന് ഏകദേശം 59,196 പേരായിരുന്നു ഈ ഒരു സമ്മർ സ്ലാമായി ലൈവ് കാണാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ക്രൗഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമ്മർ സ്ലാം എന്നറിയപ്പെടുന്നതും ഈ ഒരു സമ്മർ സ്ലാം ആയിരുന്നു. ഇതൊക്കെയാണ് സമ്മർ സ്ലാമിലെ അൺബ്രേക്കബിൾ റെക്കോർഡ്സ്. സോ ഈ റെക്കോർഡ് ഭാവിയിൽ ആർക്കെങ്കിലും ബ്രേക്ക് ചെയ്യാൻ അവസരം ഉണ്ടാക്കാം. പക്ഷെ ചില റെക്കോർഡ്സ് ഭയങ്കര പാടാണ് ബ്രേക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ റെക്കോർഡ് ഏതാണ് അത് താഴെ കമന്റ് ബോക്സിൽ പറയുക. ഇനി ഞാൻ പറയാൻ വിട്ടുപോയ റെക്കോർഡ്സ് ഉണ്ടെങ്കിലും അത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സൂപ്പർ സ്റ്റാർ ആണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യത്തെ കാണണമെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ഗേസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.